മെയ് മാസത്തെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. മെയ് മാസത്തെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ഇതിൽ 26.62 ലക്ഷം പേരുടെ അക്കൗണ്ടുകളിൽ തുക എത്തുകയും ബാക്കിയുള്ളവരുടെ വീടുകളിൽ നേരിട്ടെത്തി തുക കൈമാറുകയുമാണ് ചെയ്യുന്നത്. അതാത് ബോർഡുകൾ വഴിയാണ് ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. പെൻഷൻ തുക 3000 രൂപയായി ഉയർത്തുമെന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ നിലവിൽ അത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിനാൽ 2000 രൂപ തന്നെയാകും ഈ മാസവും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിലെ UDF സർക്കാരിന്റെ ഭരണകാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചാണ് 2000 രൂപയിലേക്ക് എത്തിച്ചത്. ഇത് 3000 രൂപയാക്കുമെന്നായിരുന്നു UDF സർക്കാരിന്റെ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.